ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വണ്ടിക്കകത്തെ നല്ല ഒന്നാന്തരം പിസ്റ്റൾ ഇരിപ്പുണ്ട്, വിത്ത് ലൈസൻസ്. അത് നിന്റെ നെഞ്ചിലോട്ട് തുളച്ചു കയറും. കാണണോ? കാണൂടാ? വേണ്ട വേണ്ട. വർഗീസ് തനിക്ക് ആദ്യം പണിയാനുള്ള വണ്ടി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയാട്ടെ. ഹലോ. എന്താ? ഞാൻ പിന്നെ വിളിക്കാം. എന്നെ മനസ്സിലായില്ലെങ്കിലേ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനേ മാധവൻ നായരുടെ മോനാ. അല്ല, മാധവൻ നായരുടെ മോനിപ്പോ എന്താ വേണ്ടത്? വേണ്ടത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്റെ അമ്മയുടെ പേര് കൂടി അങ്ങോട്ട് പറയാം. ചന്ദ്രിക വർമ്മ. അതായത് അശോകവർമ്മ എന്ന നിങ്ങളുടെ സഹോദരി. ചന്ദ്രികാവർമ്മയുടെ മോനിപ്പോ എന്താ വേണ്ടത്? സ്വത്ത്. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട പിതൃസ്വത്ത്. കൊള്ളാം കൊള്ളാം. അല്ല മോനെ, നിനക്ക് പിതൃസ്വത്തൊന്നുമില്ലേ? അതോ ഈ പിതൃ എന്ന് പറയുന്ന സാധനമേ ഇല്ലേ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ കൂടെ പറപ്പാ നീ നോക്കില്ല. ആരാ നിന്റെ അമ്മയുടെ കൂടപ്പറപ്പ്? എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. ഇനി ആ എരണംകെട്ടവളുടെ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് നീ വന്നാലുണ്ടല്ലോ, ഒട്ടിച്ച് നിന്റെ കാരണം പൊളിക്കും ഞാൻ. നിങ്ങളെ ഒന്നും ചെയ്യില്ല. കാരണം ഈ ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് ഒരാണിനൊപ്പം ഒളിച്ചോടി പോകുന്നത്. പുരാണത്തിലും ചരിത്രത്തിലൊക്കെ ഇതുപോലുള്ള ഒളിച്ചോട്ട കഥകളുണ്ട്. ആ കഥകളുടെ ചുവട് പിടിച്ച് പകയുടെ ഒരു മറയുണ്ടാക്കി എന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഒറ്റയ്ക്ക് അനുഭവിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഞാൻ. എടച്ചക്ക, ആരെയാ നീ ഭീഷണിപ്പെടുത്തുന്നേ? ഈ അശോകവർമ്മയോ?
അതിനുള്ള മൂപ്പ് നിനക്കുണ്ടോടാ? നിന്നെ പ്രസവിച്ചു എന്ന് പറയുന്ന ആ തള്ളയില്ലേ, ചന്ദ്രിക, അവള് ദരിദ്രവാസിയായ ഒരു മാധവന്റെ ഒപ്പം ഇറങ്ങി തിരിച്ചപ്പോ അന്ന് വെട്ടിയെരിഞ്ഞിട്ടതാ ഞാൻ അവളുമായിട്ടുള്ള സകല ബന്ധവും. ആ അതൊക്കെ പോട്ടെ പോട്ടെ. എന്തായാലും നിനക്കിപ്പോ അവൾക്ക് അവകാശപ്പെട്ട കോടികൾ വേണം അല്ലേ? തരാം. അതിനു മുമ്പ് നീ പോയിട്ട് നിന്റെ ബാങ്കിന്റെ പാസ്ബുക്ക്, പാൻ കാർഡ് ഇതെല്ലാം കൊണ്ടുവരണം. കൂട്ടത്തില് നീ അടിച്ചിറക്കി വിട്ട നിന്റെ തള്ള ചന്ദ്രികയും കൂടി കൂട്ടിക്കും. ആ സാക്ഷിയായിട്ടേ ആ നെറികെട്ട മാധവൻ നായരെയും കൂടി കൂട്ടിക്കും. ചൂടാവണ്ടടാ, അടങ്ങ്. ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ, നീ ആ ചന്ദ്രികയ്ക്കും മാധവനും ഉണ്ടായതാണോന്നുള്ളതിന്റെ ഒരു DNA റിപ്പോർട്ട് കൂടി വേണം. മറ്റൊന്നും കൊണ്ടുമല്ല, ഒളിച്ചോടിപ്പോയ തള്ളയുടെ വീതം ചോദിച്ചു വരുന്ന നിന്നെ സത്യം പറയാലോ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത്തരം നാറിയ കളികളുമായി നീ എങ്ങാൻ ഇനി എന്റെ മുന്നിലേക്ക് വന്ന, ഈ വണ്ടിക്കകത്തെ നല്ല ഒന്നാം തരം പിസ്റ്റൾ ഇരിപ്പുണ്ട് വിത്ത് ലൈസൻസ്. അത് നിന്റെ നെഞ്ചിലോട്ട് തുളച്ചു കയറും. കാണണോ? കാണൂടാ? വേണ്ട വേണ്ട. ശ്യാമിന്റെ കോഴ്സ് തീർന്നാലുടനെ അവൻ വിദേശത്ത് നിന്ന് എത്തും. അതിനിനി അധികം കാലതാമസമൊന്നുമില്ല. വന്നാൽ അധികം വൈകാതെ ശ്യാമും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കും. കൊട്ടാ